പരിശുദ്ധ മുസ്ലിമേ, മങ്ങിലാവുടെ പെണ്ണ് സാലിഹത്തായ പെണ്ണാവണു. മങ്ങിലാവുടെ കാണുമെന്നുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട്. നീന് നിന്റെ മോൾക്ക് പൊതുപ്പളക്ക പറയുക എന്താ ജാക്കിട്ടുള്ളേണ്ട് കണ്ടെങ്കിൽ നിന്റെ മോൾക്ക് നീന് നല്ല രൂപത്തിൽ ചെറുക്കിടത്തേടേണ്ട് കണ്ടെങ്കിൽ മങ്ങിലാക്കട പോലത്തെ വ്യവസ്ഥ നീ ആക്കുക തുടങ്ങിയാണ്ട് കണ്ടെങ്കിൽ നിന്റെ മോളുകും മങ്ങില ചിന്തനാക്കട കാണുമെന്നോളോ. നിന്റെ മക്കൾക്ക് നീന് നിന്റെ മോൾക്ക് നീ ട്രെയിനിങ് കൊടു മോനെ. നിന്റെ മോണുകും ട്രെയിനിങ് കൊടു, മോളുകും ട്രെയിനിങ് കൊടു. ഇന്ത് ഏതൊരു ഡോക്ടറാവണമെങ്കിൽ ട്രെയിനിങ് വേണു, എഞ്ചിനീയർക്ക് ട്രെയിനിങ് വേണു, ഔത്തിൽ കല്ല് കെട്ടുന്ന മേസ്ത്രിക്ക് സമയത്ത് ട്രെയിനിങ് വേണു, അത് പഠിച്ചിട്ട് വേണു. ആചാര്യക്കും അതേപോലെ അത് പഠിച്ചിട്ട് വേണു. എല്ലാവർക്കും കൂലി സൊറാക്കുകയാവില്ല, അതിലും എക്സ്പീരിയൻസ് വേണു. എല്ലാവർക്കും തെങ്ങ് പത്തിൽ തേങ്ങെടുക്കുകയാവില്ല, അതിലും എക്സ്പീരിയൻസ് വേണു. എല്ലാവർക്കും കങ്ക് പത്തിൽ അടക്കെടുക്കുകയാവില്ല, അതുക്കും എക്സ്പീരിയൻസ് വേണു. മനുഷ്യല്ലേ എല്ലാവർക്കും തീറില്ല, എല്ലാവർക്കും തീരില്ല. അവനവണ് പഠിച്ചത് അവനക്ക് ആക്കുക തീര പുറത്ത് പഠിക്കാത്തത്, ട്രെയിനിങ് ഇല്ലാത്തത്, സർവീസ് ഇല്ലാത്തത് ആക്കുക സാധ്യയില്ല. അതേപോലെ മനുഷ്യരെ മങ്ങിലാവുകും ട്രെയിനിങ് കൊണ്ട് അത് എവിടെ തുടങ്ങണായത്? അത് ഉമ്മായിട്ട് മോൾക്ക് ട്രെയിനിങ് കൊടുക്കണായത്. മോളെ, നീനൊരു പുതിയ മനുഷ്യന്മാരെ കാണുക പോണ്ടത്, പുതിയ മുഖനിക്ക് കാണുക പോണ്ടത്, പുതിയ ശരീരത്തെ ആയിട്ട് സ്പർശിക്കുക പോണ്ടത്, പുതിയ സംബന്ധമായിട്ട് നിക്ക് കിട്ടുക പോണ്ടത്. നിന്റെ ഇന്ന് കിട്ടുക പോണ്ടത് നിരക്കര പുതിയത്. ഈ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ആള് മാറി ഇന്ന് നിൽക്കില്ല, അത് പുതിയത് കിട്ടത്. നിനക്ക് ജന്മ തന്നെ നാണും നിക്ക് കിട്ടില്ല, പുതിയൊരു ഉമ്മ നിക്ക് കിട്ടുക പോണ്ടത്. ജന്മ തന്നെ ബാപ്പും നിക്ക് നഷ്ടപ്പെട്ടു പോണ്ട്, നിക്കൊരു പുതിയൊരു ബാപ്പ കിട്ട് കാക്കായിട്ട്. അതേപോലെ നിക്ക് നിന്റെ ഇളങ്ങ മൂത്തങ്ങ അതും കിട്ടില്ല, അതെല്ലാം നിക്ക് പുതിയതവിടെ പോയിട്ട് മച്ചിഞ്ചിമാറ് മച്ചനന്മാറ് വേറമേ കിട്ടുന്നത് അവിടെ. നിന്റെ കൂട്ടുകുടുംബമുള്ള ചേഞ്ചസ് ആവിടൂ. നീ സെക്കൻഡ് അഥവാ ഒരു മുഖ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തൊരു മുഖത്തേക്ക് ഒരു ജീവന കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ജീവനത്തേക്ക് പോണ്ടത്. അവിടേക്ക് പോയാൽ പിന്നെ നിക്ക് എല്ലാം പുതിയത്. നീ ബലന അകല്ല അവിടാക, നിന്റെ ഈ ആഹാരമല്ല അവിടത്, എല്ലാം വ്യത്യാസം ഉണ്ട് മോളെ. അവിടെ ഹാവഭാവ, അവിടെ സംസ്കൃതി, അവിടെ സ്വഭാവ ശൈലി, ഇതെല്ലാം വ്യത്യാസ രൂപത്തിലേക്കട്. അതൊക്കെ ഹൊന്തിയോണ്ട് പോണോ. നിന്നെ പോണ്ട ജാഗില് ചിലപ്പോൾ ഉടര പോലെ ചോറിക്കൊണ്ട് പേരിക്കണ്ട, ഉടര പോലത്തെ നല്ല കറിക്കൊണ്ട് പേരിക്കണ്ട, ഊടെ ഇന്നത് പോലെ ഫാനുടെയും എസിയുടെയും വ്യവസ്ഥയ്ക്കൊണ്ടും പേരിക്കണ്ട, ഊടെ ഇന്നത് പോലത്തെ സകല അതേപോലെ സൗലഭ്യം അവിടെ കൊണ്ടും പേരിക്കണ്ട. യന്ത്ര ഉണ്ട്, യന്ത്ര നിക്ക് കിട്ടിയത് അതിൽ അൽഹംദുലില്ലാഹ് തൃപ്തിപ്പടകു തുടങ്ങണം. നീണ് നിന്റെ മാപ്പിളുടെ മുഖം നോക്കിയപ്പോ നിന്റെ ഇളങ്ങ മൂത്തങ്ങമാ, നിന്റെ ബാപ്പമാ, നിന്റെ ഉത്തരങ്ങമാ നോക്കിയതുപോലെ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടോണ്ട് മുഖം നോക്കണത്. ചിലപ്പോൾ കുറുരിയാവുകുമ്മയി, ചിലപ്പോൾ ശാന്ത സ്വഭാവത്തവണാവുകുമ്മയി, ചിലപ്പോൾ നല്ലവണാവുകുമ്മയി, ചിലപ്പോൾ നല്ല പിരിസ കാട്ടവണാവുകുമ്മയി, ചിലപ്പോൾ ദുടുക്കു സ്വഭാവത്തവണായിട്ടിക്കുമ്മയി. ആരോവർ തനിക്ക് കിട്ടത് ഞങ്ങൾ താത്കാലികമായിട്ട് നോക്കിയ മുഖാത്, ആരോ കേട്ടപ്പോ ചൊന്ന മുഖാത്. അതുപോലെ ആയിട്ടിക്കല പെണ്ണെ നീന് പോയാൽ പിന്നെ നിന്റെ മാപ്പിള നിന്റെ ഒട്ടിക. അതുകൊണ്ട് എന്ത് കഷ്ടബന്ധവും സുഖബന്ധവും മാപ്പിളെ ചെല്ലുടെ ചിന്ത നിന്റെ കൽബില് വേണു. ചെന്നിട്ട് പെണ്ണുക്ക് ചെന്ന് കൊടുത്തിട്ടോ. മോളെ, ഊടെ സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ അവിടുക്ക് പോയാൽ പിന്നെ സുന്നത്ത് നിസ്കാരം വിടുകില്ല. ഇവിടെ ഫർദ് നിസ്കാരം ലേട്ടായെങ്കിലും അവിടെ ഫർദ് നിസ്കാരത്തിൽ ലേട്ടാക്കില്ല. കുളിക്കിടത് കൃത്യസമയത്ത് കുളിക്കണേ, കൽകിടത് കൃത്യസമയത്ത് കൽകണോ. അതേപോലെ ബാക്കിയുള്ള എല്ലാ വ്യവസ്ഥയും വ്യവസ്ഥിത രൂപത്തിൽ അതേപോലെ ആക്കിയോണ്ട് പോണത്. ആ റായത്തെങ്കി ആ ഉത്തരങ്ക് ഹൊന്തിയോണ്ട് പോണ നീണ്. പോണ്ട ഊത്തിൽ നിന്റെ മാമി ചിലപ്പോൾ ജോറായിട്ടിക്കുമായി അതൊക്കെ ഹൊന്തിയോണ്ട് പോണ നീണ്. പോയിട്ട് ഇന്ന ഊത്തിൽ നിന്റെ നിന്റെ മാമി ചിലപ്പോൾ പാവത്തെ സാധുവായ മനുഷ്യത്തെ ആയിട്ടിക്കുമായി അപ്പോഴും ഹൊന്തിയോണ്ട് പോണ നീണ്. നിന്റെ മാമി ആയവള് ജോറും ഉണ്ട് കണ്ടെങ്കിൽ സൂർപ്പണക്കിണ്ട് കണ്ടെങ്കിൽ നീനതുപോലെ നീനാവുകു തീരാ. നീനും നിൽക്കും അവൾക്കും വ്യത്യാസം ഇല്ലാത്തതുപോലെ ആയിട്ട്. അപ്പോ അല്ലേ നിന്റെ മാമിയുടെ നാവ് പറക്കട്ടെ, അത് പറഞ്ഞിട്ട് കീറിയിട്ട് പോയത്. നീനും പോയിട്ട് നിന്റെ നാവിടെ അവിടെ കീറിയെങ്കിൽ പിന്നെ നിൽക്കും അവൾക്ക് വ്യത്യാസം തരില്ല അല്ലേ? അതുകൊണ്ട് നിന്റെ മാപ്പിള ചിലപ്പോൾ കള്ള് കുടിക്കുക, അപ്പോൾ നീനും കള്ള് കുടിച്ചാൽ അവൾക്ക് നിൽക്കും വ്യത്യാസം തരുള്ളേ. അപ്പോൾ ഹൊന്തിയോണ്ട് പോകണം ചെന്നെ അഡ്ജസ്റ്റ്മെന്റ് തീരണു. ആ മാമിയുടെ തിദ്ದುപടിയാക്കുക തീരണു നിൽക്ക്. അതേപോലെ നിക്ക് കിട്ടുന്ന മാമി ഉണ്ടല്ലോ ചിലപ്പോൾ പാവത്തെ സാധുവായ പൈപ്പോലത്തെ പെണ്ണിങ്ങായിട്ടിക്കുമായി. അപ്പോഴും നിന്റെ ദമ്പാളിക്ക് അവിടെ തീരാ. അപ്പോഴും മാമി സുമാറ് മാമി പൊട്ടിയായിട്ട് കിടല മാമിയുടെ എന്ത് ചെന്നെങ്കും നടക്കിട്. ചെന്നിട്ടപ്പോഴും ദബ്ബാളിക്ക തീള മോളെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ
ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ചെന്ന വസിയത്ത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ചെന്ന വസിയത്ത്, ഇതെല്ലാം പഠിച്ചിട്ട് നിന്റെ പെണ്ണുമക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണം. അതേപോലെ ഔത്തുനാക്കണായ സ്വറത്തെ നിന്റെ മോളായവള് ആ ഔത്തുക പോണ്ടത് സൊറാക്കുകല്ല ഹിദുമത്തെടുക്കുകല്ല ബദലുക. നിന്റെ മോള് ആ ഔത്തുക പോണ്ടത് പെഞ്ഞയായിട്ട് പോണ്ടമേ. നിന്റെ ഔത്തുക പോണ്ടത് ഒരു സ്വർത്ത പെണ്ണായിട്ട് ശമ്പളം ഇല്ലാണ്ട് നയിക്കുക പോണ്ടല്ല നിന്റെ മോള്. അയങ്കും ചെല്ലണായൊരു പെണ്ണ് നീ ഔത്തുര സ്വർത്തവളല്ല, അതുകൊണ്ട് സൊറാക്കാണ്ടും തേക്കുക തീരാ. അല്ല സ്വർത്തവളല്ല, സ്വർത്തവളെല്ലാം സൊറാക്കണ്ടേ? സൊറാക്കണു. ലൈഫ് മുന്നിൽ പോകണമെന്നല്ല അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണുണ്ട്. നിങ്ങൾ നോക്കിയുള്ള ഒരു പുതിയ ഒരു ബസ് എടുത്തതെല്ലാം കാർ എടുത്താൽ ലോറി എടുത്തിട്ട് ഒരു ചേറിലെ പോണ്ടി. ചേറിൽ പോകുന്നത് ഫ്രണ്ട് ടയർ ಅಂದ್ರೆ ചേർക്ക് പോന്തു, ബാക്ക് ടയർ ഇന്നാണ് ചേർക്ക് പോകണ്ടില്ല. ഇത് മണ്ണ അവിടെ ബിസയാവില്ല, പുതിയതല്ലേ ചെന്നിട്ട് ദിപ്പാട്ടി ഇങ്ങനെ എന്തരാവും അതവിടെ നീണ്ടത് തീന്തവിടേക്ക് പിന്നെ അതൊരു ബിസയാണ്. അത് പിന്നെ മൂന്നാൾ പോണ്ട എങ്ങനെ? അതേപോലെ എതിൽ പോണ്ടത് ചേറ ഉപ്പ കറിയ പന്തരമാ സുഖമാ ദുഃഖമാ ക്രൂരമാ ന്യായമാ എന്തെല്ലാം ഇക്കോടെ എന്താക്കണേത് എല്ലാം ಹಿಕ್ಮತ್ ಪ್ರಕಾರ ತಂತ್ರಪೂರ್ಣമായിട്ട് ಅದರ ಸಮಾಕೋಗಿನ್ನ ಪ್ರಯತ್ನಕ್ಕೆ ನೀ ಸಮಾಕಡ ಸಂದರ್ಭത്തിൽ പൊളിയൊകും തീരാ. കുറെ ബസ്ത അങ്ങനെ സമാക്കുമ്പത്തേക്ക് പൊളിയൊകും തീരാ. ഔത്ര ഭിത്തിലൊരു തൈ ഇങ്ങനെ വലിയ കാത്ത് ಬಂದ್ರೆ ഇത് അഡ്ഡ ಬಂದ್ರು. അപ്പം അതിൽ പിടിച്ചിട്ട് ഒരു ബലിക്കൽ പിടിച്ച് നേരാക്കി നിങ്ങൾ അട്ട കട്ടാവും, ചിലപ്പോൾ മുതൽ ഡെമ കട്ടാവും. പിന്നെന്തരാക്കടെ ഒരു ബള്ളി കെട്ടിയിട്ട് അതിന് മുട്ടത്തേക്ക് ഒരു വേറെ എന്തെങ്കിലും ഒരു പൂടത്തൈ ഒന്ന് പൊളിഞ്ഞു പോകുന്നു. അതിന് മുട്ടത്തിൽ ഒരു കോള് നട്ടിട്ട് ಅದಕ್ಕೆ മല്ല കെട്ടിവിട്രേ. കുറേ ഒരു തിങ്കൾ ജന്തിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കോളുടെ മല്ല കിഴിച്ചു വിട്ടു, പിന്നെ അത് കറക്റ്റ് നിൽക്കരുത്. ഒരടിക്ക് നേരാക്കി ചില മുതല കട്ടായിട്ട് പോകും. കൊറേ അങ്ങനെ കിട്ടും. കൊറിയ ബസ് അങ്ങനെ നേരെ ഉറക്കത്തേക്ക് നേരാക്കി വെക്കുക അവിടും. അതല്ല തെരിയോണ് നിൽക്ക് ഏതൊരു സമത്തിൽ ഉറക്കമേ നേരാക്കുക അവിടൂ. ഏത് ഒരു തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ നേരാവൂ, ഏത് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ സമാവു ചെന്നത് പഠിച്ചിട്ട് വേണു. അതാറ് പഠിപ്പാട്ടണോ? ഔത്തുളുമ്മ പഠിപ്പാട്ടണോ? നീ നിന്നെ മങ്ങിലാവു ആയിട്ട് പോകേണ്ട ഔത്തുളു. ചിലപ്പോ മങ്ങിലായിട്ട് ബാക്കിയായ വിധവ പെണ്ണിക്കുവള് പെണ്ണ് അവളെ സ്വഭാവ വേറെ ശൈലിയായിട്ടിക്കോ. അവളെ സ്വഭാവ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെന്നോണ്ടല്ല കുറെ ഔത്തുൽ നിസ്കരിക്കാത്ത വിധവന്മാരുള്ള. ചിലപ്പോൾ മാപ്പിള മരിച്ചത് അല്ലെങ്കിൽ മാപ്പിള തലാക്ക് ചെന്നത് അവളെ നാവുദ്ദായ കാരണത്തിൽ വലിച്ച് പറത്തിട്ടതായിട്ടിക്കൊകുമ്പോ അവളെ ഔത്തുൽ ബാക്കിയുള്ള ആള് ആ ഒത്തുകായിട്ട് നീ പോണ്ടത് പിലിട കൂടുകുന്നുണ്ടത് പോലെ സിംഹത്തെ ബായിക്കുന്നുണ്ടത് പോലെ. അതുകൊണ്ട് പെണ്ണെ ബേജാറാവണ്ട, ദുഃഖപ്പെടണ്ട. നക്കേതായാലും മാപ്പിളയില്ലല്ലേ, അവളുക്കും മാപ്പിള ഇല്ലാണ്ടാവണോ അല്ലെങ്കിൽ അവൾക്ക് മാപ്പിളയുടെ സുഖ കിട്ടാണ്ടിക്കണോ? നക്ക മാപ്പിളയുടെ സുഖമില്ല, നക്ക മാപ്പിള ചെലവുക തണ്ടില്ല. നന്റെ മാപ്പിള അടിച്ച് ഓടുപ്പാട്ടിരുന്നുണ്ട്. നന്റെ ഒത്തുക്ക് ബണ്ണ പെണ്ണ് ഏതോ പെണ്ണ് എവിടുതോ പെണ്ണ് ആരതോ മോള് ബണ്ടത്. അതുകൊണ്ട് നന്റെ ഇളവണോ നന്റെ മൂത്തവണോ എന്ത് അവൾക്ക് ചെലവ് കൊടുക്കണോ ചെന്നിട്ട് ഈ രൂപത്തിൽ ഇന്ന ഭാവനയായിട്ട് മങ്ങിലായിട്ട് ഔത്തുല് ബാക്കിയായ പെണ്ണിടത്. അപ്പോഴും നീ ആ പെണ്ണുങ്ങളെ വിട്ടേക്ക് യുദ്ധത്തിന് പോകു തീരാ. അപ്പോഴും ആ പെണ്ണിടെ അതേപോലെ പെണ്ണിടെ മൂത്തവണതവാ നിന്റെ മാപ്പിളുടെ ഒട്ടേക്ക് നീണ് അവളെ ബിസത്തിലെ ചാടി ഫസാദാക്കുക പോ തീരാ. തെല്ലങ്ങനെ സഹിക്കണോ? അവളെ പിരസത്തെയും എടുക്കുക ഇന്ന് പ്രയത്നാക്കണോ? അവൾക്കും തെരിയണമെന്നാണ് ആക്കടെ ഫിത്തിനുള്ള വേസ്റ്റ് ചെന്നിട്ട് അവൾക്ക് ഗുന്താവണു. അതേ രൂപത്തിൽ മങ്ങിലാവാത്ത ഇന്നും ബാക്കിയുള്ള മച്ചിഞ്ചിമാറവത്തിലേക്ക് വര ചെറിയ ചെറിയ പെണ്ണുമക്കൈക്ക് വര അങ്ങറും ചിലപ്പോൾ ബാബി ചെന്നൊരു പിരസത്തിൽ നോക്കുമ്മൈ, ചിലപ്പോൾ ചതിലും ഫസാദിലും നോക്കുമ്മൈ. അതെല്ലാം നീണ് ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെ ചെന്നിട്ട് നിന്റെ ബാപ്പയുടെ നിന്റെ കാക്കയുടെ ചരിത്രം പഠിക്കണോ? ആ മനുഷ്യരുടെ നാവ് എങ്ങനെ ചെന്നിട്ട്, ആ മനുഷ്യരുടെ വ്യവഹാരം എങ്ങനെ ചെന്നിട്ട്, റായത്തിൽ എങ്ങനെ ചെന്നിട്ട് അത് ജോറിന്നതായിട്ടിക്കുമൈ നിന്റെ കാക്ക. അല്ലെങ്കിൽ നിന്റെ കാക്ക വെറും പാവത്തെ സാധുവായ മനുഷ്യ ആയിട്ടിക്കുമൈ. ഈ രണ്ട് സ്വഭാവത്തെ ആളുമാറി കിട്ടിയെങ്കിൽ നീ എങ്ങനെ ഉത്തുൽ വേണ ഇത് എങ്ങനെ വേണു ചെന്നിട്ട് ആ ബാപ്പയുടെ മാപ്പയുടെ കൽബിള് ബാപ്പയുടെ മനസ്സില് നാണ് ആ ബാപ്പയുടെ മോളു ചെന്നിട്ട് ആ മനുഷ്യരുടെ കൽബുക പറഞ്ഞു ചൊല്ലുന്ന ആ രൂപത്തിൽ നീ പെരുമാറി നീണ് പറഞ്ഞെങ്കിൽ പറച്ചല് തിന്നത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആക്ക്. അടിച്ചെങ്കിൽ ചിലപ്പോൾ അടിത്തിനിടെ വ്യവസ്ഥയും അതുപോലെ ആ ധൈര്യത്തിൽ ദൈനിയാണ്. ഇങ്ങനെ കഷ്ടവും സുഖവും രണ്ടും ആ പെണ്ണുകൾ പഠിപ്പാട്ടി കൊടുക്കണോ? ഇണ്ട് നിങ്ങളുടെ റായത്തിൽ അങ്ങനല്ല. ഒരു ചെറുക്കട നോക്കിയപ്പോ അവൻ്റെ ഹാൻഡ്സം നോക്കിയപ്പോ അവൻ്റെ സ്മാർട്ട് നോക്കിയപ്പോ അവൻ്റെ കളറും റൂപ്പും നോക്കിയപ്പോ അവൻ്റെ വാഹനവും അവൻ്റെ വാച്ചും മൊബൈലും നോക്കിയപ്പോ നല്ലൊരു ചെറുക്കൻ നല്ലത് മാത്രം പെണ്ണുമക്കു ചെന്ന് കൊടുത്തു. തൊന്തരയില്ല നല്ല ചെറുക്ക പോയാൽ പിന്നെ ആ നല്ലത് അവൾക്ക് കിട്ടാട്ടിക്കട സന്ദർഭത്തിൽ വല്ലാത്ത ബേജാറ് തുടങ്ങുന്നവൾക്ക് മാനസികമായിട്ട് തളർന്നു പോകുക തുടങ്ങുന്നവളും. അപ്പം മാപ്പിളായോണ് എല്ലാവരും ചെന്നു 100% നല്ലവനായ ഒരു മാപ്പിളയുടെ ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്നത് കഷ്ട അല്ലേ? നല്ലൊരു മാപ്പിള ചെന്നിട്ട് കിട്ടുന്നത് പ്രപഞ്ചത്തിൽ കഷ്ട. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെന്നത്
നല്ല മാപ്പിള ആവാണ്ടല്ലേ ബദലുക്ക് ചെന്നിരുന്നുണ്ട പെഞ്ഞയും മുന്നോളും മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ എപ്പോഴും ഗുണ കാണാക്കടെ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുബ്ബമാ ദബഹ ഷാത ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായിട്ട് റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് പെഞ്ഞയുടെ പേരിൽ അടർക്കട് സുമ്മ യുഖത്തിയുഹാ ലഹ്മാ പിന്നെ സ്വന്തം കയ്യാരത് മുറിച്ച് ഇറച്ചാക്കൽ പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ബേപ്പാട്ടിട്ട് ഔത്തുക്ക് സ്വർത്തക്ക് ആളെ വിളിക്കാണ്ട സ്വന്തം കയ്യാറെ ബേപ്പാട്ടിട്ട് അടികളിലാക്കിയൽ പിന്നെ ഔത്തിലിന്നെ പെഞ്ഞിമാർ ഔത്തിലിന്നെ മക്കളെല്ലാം ദൈപ്പാട്ടിട്ട് നിന്റെ ഖദീജ ഇങ്ങത്തവളോ നിന്റെ ഖദീജ ഇങ്ങത്തവളോ നിന്റെ ഖദീജ എന്നിട്ട് 6 മക്ക ഉണ്ടായത് നിന്റെ ഖദീജ കൂട്ടിയാധിപതി അങ്ങിട്ടിന്നവളോ വലിയൊരു വ്യാപാരി ആയിട്ടിന്നവളോ ധാരാളം സ്വന്തിന്നവളോ സാധാരണ കുലമഹിമ ഇന്നവളോ അങ്ങത്തവളോ നക്ക് വേണായിട്ട് അള്ളാഹുടെ ദീന് വേണായിട്ട് എല്ലാം സമർപ്പണാക്കിയ പെണ്ണവളോ ഖദീജ മരിക്കട സന്ദർഭത്തിൽ കഫൻ തുണിക്ക് സമയം ഗതിയില്ലാത്ത രൂപത്തിലായിട്ട് സാധുവായിട്ട് ഇന്നളവള് എന്ത് കേണ്ടെങ്കിൽ ബടക്ക് ചെലവാക്കിയിട്ടല്ല ബദൽക്ക് അല്ലാഹുവിന്റെ ദീനിക്ക് വേണമായിട്ട് ചെലവാക്കിയിട്ട് ഹിറാ ജബലുന്നൂർ ചെല്ല പർവ്വതത്തെ മേൽഭാഗത്തിലാണ് ഏകാന്തമായിട്ട് പടച്ചതമ്പുരാനിക്ക് ഇബാദത്തെടുക്കുന്ന സന്ദർഭത്തിൽ 4-5 കിലോമീറ്റർ നടന്നോട്ട് വന്നിട്ട് ആ പള്ള അതേപോലെ ജബലുന്നൂറുടെ മേൽഭാഗത്തേക്ക് വന്നിട്ട് 4 വർക്കമാ ജണ്ടമട്ടമാ ബദർനക്ക് റൊട്ടിയാ തണ്ണിയാ ഈത്തപ്പളമാ തന്നോട്ട് ഇന്നലെ ഖദീജ അങ്ങനെ ത്യാഗോജല ജീവനത്തെ ഖദീജ റളിയല്ലാഹു അൻഹാടെ പുകളിൽ പിന്നെ മൗലിദ് ഓതിയൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സീരണി വിതരണാക്കിക്കൊണ്ടിരുന്നത് ഈ ആട് കറിയെല്ലാക്കിയത് മക്കൾക്കും പെഞ്ഞിമാർക്കും കൊടുത്തു വിളമ്പിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമ്മ യബ്അസുഹാ ഇലാ ഫീ സദായിഖി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബിനികളായ ചങ്ങായിമാരായ നരകരായിട്ട് ഇവിടെ പരിചയത്തെ പെണ്ണിങ്ങക്ക് കൊടുത്തു കടത്തിക്കൊണ്ടിരുന്നത് സീരണി ഔത്തുക്ക് കൊടുത്തു കടത്തിക്കൊണ്ടിരുന്നത് രണ്ടുള്ള കുറേ ആൾമാർക്ക് അലരിച്ച് ഈ സീരണി അത് നബിയുടെ കാലത്തിലുണ്ട് അതില്ല സീരണി കൊടുത്തോണ്ടിരുന്നേ അവ പള്ളിക്ക് ബറാത്തങ്ക് ഔത്തുക്ക് കൊടുത്തു കടത്തണം ഞങ്ങളുടെ റായത്തിൽ ഖദീജ റളിയല്ലാഹുവിന്റെ മൗലിദിക്ക് ബറാത്തങ്ക് കൊടുത്തു കടത്തിക്കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടാക്കട ഇത് അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു നാൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ കേക്കടി യാ റസൂലല്ലാഹ് നിനക്ക് ഖദീജ അല്ലാണ്ട് വേറെ പെഞ്ഞൈമാറില്ല നബിയെ എപ്പോഴും എൻ്റെ ഖദീജ നോട്ടിക്കിടത് ഒരു പെഞ്ഞൈ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് കിടയൊക്കെ ത്യാഗോജ്ജല ജീവനത്തെ ചരിത്രത്തെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ചെന്ന് കൊടുക്കുന്നത് ഖദീജ നിങ്ങൾ അറിണ്ട് തരികണാ ചെന്നിട്ട് അപ്പം ആ ചെന്നോണ്ടുള്ളത് ഒരു മാപ്പിള ആക്കടെ എല്ലാ സ്വറവും പെഞ്ഞിമാർക്ക് സമ്പൂർണ്ണ തൃപ്തി ആവണോ ചെന്നിട്ടില്ല ചിലപ്പോൾ നമുക്ക് തൃപ്തി ആവാണ്ടിക്കൊകുമ്മൈ ഈ സന്ദർഭത്തിലുള്ള സൈക്കൊകിന്ന മനോഭാവം ഒരു പെണ്ണുകെ ഉമ്മയായ ഒളി ചെന്ന് കൊടുക്കണു ഇണ്ടെങ്ങനെ കൊണ്ടാ എണ്ടെല്ലാം ബലി ചെന്ന് കൊടുക്കണം നീ ബുടണ്ട നിന്റെ മാമി പറഞ്ഞെങ്ങനെ മാറ്റുള്ള വീടെടുത്തിട്ട് പിന്നെ ആവോടുന്ന് അങ്ങാക്കി നോക്കിയോളാം മച്ചിഞ്ചുമാർ പറഞ്ഞ നീ കേക്കിടെന്ത് ചെറുപ്പിലടി കാളിൽ മുസുണ്ട് കടി കൊടുത്ത് അടിക്കോക്കൂ ആ ഉമ്മ ചെന്ന് കൊടുക്കടേ മച്ചിഞ്ചുമാർ അങ്ങനെ നീ വായ്പത്തേക്ക് നിൽക്കുന്ന കൈയില്ല നിൽക്ക് കാൾ പൊളിഞ്ഞിര നിൻ്റെ കൈ പൊളിഞ്ഞിര നിൻ്റെ നിൽക്ക് നാവില്ല ಅಂತ ജെൻ്റെ പറയുക വേണമായിട്ട് ഇതാതെ ചെന്ന് കൊടുക്കട്ടെ ട്രെയിനിങ് ചെന്ന് കൊടുക്കും ഉമ്മ എങ്ങനെയൊക്കെ ആ കുടുംബത്തെ അവസ്ഥ അല്ലേ അപ്പം അതൊരു തിദ്ದುപടിയാക്കിയിട്ട് സബൂറെടുത്ത് സബൂറിൻ്റെ പാട്ട ചെന്നു തിദ്ದುപടിയാക്കുന്ന പ്രയത്നം അതെപ്പോൾ മങ്ങിലത്തെ കാണാൻ മുന്നോളാവണം ഈ ട്രെയിനിങ് എല്ലാം ഒരു പെഞ്ഞോളെ ദൈപ്പാട്ടിട്ട് ഇടയ്ക്ക് സന്ദർഭം വരുമ്പോഴത്തേക്ക് കുളിക്കട സന്ദർഭത്തിൽ കുളിയുടെ വിസയ ഉറങ്ങട സന്ദർഭത്തിൽ ഉറങ്ങട വിസയ റൂം ക്ലീനാക്കട സന്ദർഭത്തിൽ റൂം ക്ലീനാക്കട വിസയ ഫുഡാക്കട സന്ദർഭം ഫുഡാക്കട വിസയല്ല ഇതിങ്ങനെ ആവണോ പോയ ഔത്തുൽ അങ്ങനെ ഇക്കു ഇങ്ങനെ ഔത്തുൽ ഇങ്ങനെ ഇക്കു അങ്ങനെ ഇക്കു ചെന്നിട്ടു ഇതെല്ലാം പഠിപ്പാട്ടി കൊടുക്കണം പോസിറ്റീവ് അല്ല നെഗറ്റീവ്സ് ആയിട്ട് ഇവിടെ മക്കൾക്ക് യാരെയും പഠിപ്പാട്ടി കൊടുക്കണമായത് കൊസിയുടെ വിസയ സന്തോളത്തെ ഇതിന് പോയി അവിടെ അങ്ങനെ സ്വർഗ്ഗമുണ്ട് അങ്ങനത്തെ AC ഉണ്ട് അവിടെ മെർസിഡീസ് ബെൻസ് കാറുണ്ട് നിൽക്ക് നീ തല വെച്ച് ആ കടകത്യമില്ല നമുക്ക് തോട്ടമുണ്ട് നമുക്ക് കൃഷിയുണ്ട് ഫ്ലാറ്റുണ്ട് ബിൽഡിംഗ് ഉണ്ട് ഇതെല്ലാം ചെന്ന് കൊടുക്കണത് അതെല്ലാം പിടിച്ച് നക്കിട്ട് തിന്നൊക്കെന്താവില്ല അത് ലൈഫ് ചെല്ലത് അതല്ല ലൈഫ് വേറെ ഉണ്ട് ആ ലൈഫായിട്ട് ഇങ്ങനെ ഒരു മോൾക്ക് ചെന്ന് കൊടുക്കണത് എല്ലാം എപ്പോഴും മൈനസ് എപ്പോഴും നെഗറ്റീവ്സ് മാത്രം മക്കൾക്ക് ചെന്ന് കൊടുക്കണോ അവിടെ പ്ലസ് കിട്ടുമ്പോൾ ഉമ്മ ചെന്നതുപോലെ എന്തില്ല ഇവിടെ അൽഹംദുലില്ലാ റാഹത്ത് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത കൊസി അവിടെ എനിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ്സ് ചെല്ലേണ്ട പോസിറ്റീവ് മാത്രം നല്ലത് മാത്രം ചെന്ന് കൊടുത്തു അവിടെ പോയിട്ട് എന്തെങ്കിലും നല്ലതല്ലാത്തത് കിട്ടുന്ന വല്ലാത്ത വേച്ചർ ഉമ്മ ചെന്ന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ചെന്ന് ഇവിടെ എന്തും ഇല്ല റബ്ബെ ചെന്ന് പെമ്മക്ക് ടെൻഷൻ തുടങ്ങിട് മാനസിക രോഗ തുടങ്ങിട് പിന്നെ ബന്ധു ഉമ്മടൽ ചെല്ലുമ്പോൾ ഞാൻ ഔത്തുക്ക് പോകണില്ല ഔത്തുക്ക് നക്കാവില്ല മച്ചിഞ്ചിമാരെ കിരിക്കിരി മാമിയുടെ ഉപ്പദ്ര മച്ചിഞ്ചി മച്ചനമാരെ ഉപ്പദ്ര മാപ്പിളയുടെ ഉപ്പദ്ര കാക്കടെ കിരിക്കിരി നക്കാവില്ല നാ ഔത്തുക്ക് പോകണ്ടില്ല എന്തേ ഇങ്ങനെ ഉണ്ടു ചെന്നിട്ട് ആ പെണ്ണുക്ക് ഗൊന്തില്ല ಅಂತ ചെന്നു കൊടുത്തിട്ടില്ല ಅಂತ അതായിട്ട് ഇവിടെ ഫൈലായത് അപ്പോൾ
ഒരു ഉമ്മായി ഇവള് മോളുക്ക് കൊടുക്കണായ ട്രെയിനിങ് എങ്ങനെയായിട്ട് കിടത് കൊന്തിക്ക് പോണ്ടിട്ട് പോണ്ടത് പോലെ നിന്റെ മോണുക്ക് മങ്ങിയിലാവിടെ സന്ദർഭത്തില് ബാപ്പായവണും ഉമ്മായവണും മോണുക്ക് ഉപദേശം ചെന്നു കൊടുക്കണം. മോണേ, മങ്ങില ചെള്ളത് കേവലം ആഡംബരത്തുക്കും സുഖത്തുക്കും വേണമായിട്ടുള്ളതല്ല, ഊട്ടിക്കും കൊടൈക്കനൽക്കും ചുത്തുക്കും വേണമായിട്ട് പോകുള്ളതല്ലത്. ഫോട്ടോസുക്ക് ഫേസ് അതേപോലെ പോസ് കൊടുക്കുക വേണമായിട്ടും ഉള്ളതല്ല മങ്ങില ചെള്ളത്. മങ്ങില ചെള്ളതിൻ്റെ പുതിയൊരു ലൈഫ് തുടങ്ങണത്. ഇത്ര നേരം നിക്ക് കൊസിലിന്നങ്ങൈക്കൊറ ഉണ്ടിൽ പിന്നെ ചിലപ്പോൾ കൊസി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്മൈ. ഒരു കിടവായിൽ പിന്നെ അതിനെ കാണയാറ കഷ്ടപ്പുറകുമ്മൈ നിക്ക്. അതുകൊണ്ട് മോണേ, ബന്ന പെണ്ണ് അവൾക്ക് ജന്മ കൊടുത്ത ഉമ്മടെ വിട്ടു വന്നവളോ, ബന്ന പെണ്ണ് ബാപ്പടെ വിട്ടു വന്നവളോ, ബന്ന പെണ്ണ് കൂട്ടുകുടുംബത്തെ വിട്ടു വന്നവളോ, നിന്റെ ബാപ്പ നിക്ക് മങ്ങിലാകുമ്പോഴത്തേക്കും നിന്റെ ബാപ്പ നഷ്ടപ്പെടില്ല, നിന്റെ ഉമ്മ നിക്ക് നഷ്ടപ്പെടില്ല, നിന്റെ ഇളങ്ങ മൂത്തങ്ങ നിന്റെ കുടുംബത്തങ്ങ നിന്റെ നിരക്കരടങ്ങാറും നഷ്ടപ്പെടില്ല. അങ്ങെല്ലാരും നിന്റെ ഒട്ടികമേ ഈ കിടറ്. ബന്ന പെണ്ണുക മരിച്ചിട്ട് ഖബറുക ഏകാന്തമായിട്ട് യാത്ര പോയത് പോണ്ടതുപോലെയായിട്ട് കിട ആ പെണ്ണ് എല്ലാവരെയും വിട്ടുപണ്ടത്. ജന്മ തന്നെ ഉമ്മടെ പെത്തിട്ട് ബന്ന ഉമ്മ ജാഗയുടെയും ഔത്രയും പരിസരത്തെയും വിട്ടിട്ട് അവള് പണ്ടത്. അവളെ ബാപ്പ അവൾക്ക് ഇണ്ണില്ല, ഉമ്മ അവൾക്ക് ഇണ്ണില്ല, ഇളങ്ങ മൂത്തങ്ങ ഇണ്ണില്ല, അവളെ നിരക്കരടങ്ങ ഇണ്ണില്ല, അവളെ അകവും ഇന്നവൾക്കില്ല. എല്ലവും ഇവിടെ ആയിട്ട് കിടവൾക്ക് കിട്ടുക പോണായത്. ഉമ്മക്ക് ഉഷാറില്ലെങ്ക, ബാപ്പക്ക് ഉഷാറില്ലെങ്ക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഷ്ടം ഇന്നെങ്ക സുഖ ഇന്നെങ്ക ഒന്ന് സിയാറത്തുക്ക് പോയത് പോലെ, ഒന്ന് വിസിറ്റൊക്കെ പോയത് പോലെ അവളെ ഉമ്മടെ ഊത്തുക്ക് പോയി ബറുവള് അല്ലാണ്ട് 5 നാളാ റജ ഇന്ന പോറ് 10 നാളാ പോയി ദച്ചിട്ട് ബറുവള് അല്ലാണ്ട് ശാശ്വതമായിട്ട് ദൈക്കുക പണ്ടത് നിന്റെ മടിയിലായിട്ട് കിടത് കൊണ്ട് മോണേ. ബന്ന പെണ്ണിടെ കണ്ണിടെ തന്നിൽ പാട്ടണ്ട. നിന്റെ ഇളങ്ങ മൂത്തങ്ങളെ പളക്ക് കേട്ടിട്ട് നിന്റെ പെണ്ണിടെ കണ്ണിടെ തന്നിൽ പാട്ടണ്ട. ചിലപ്പോൾ നിന്റെ എന്തെങ്കിലും ചൊന്തറകുമൈ, നിന്റെ പെഞ്ഞയുടെ വീക്ക്നെസ് എന്തെങ്കിലും ചൊന്തറകുമൈ, എന്തെങ്കിലും അറുസത്തില എന്തെങ്കിലും ചെന്നാണ്ട് കണ്ണുങ്ങ അതിലെ കാത് കെടുത്ത് നിന്റെ പെഞ്ഞയ്ക്ക് ദബ്ബാളിക്കാക്കണ്ട. നിന്റെ ബാപ്പ എന്തെങ്കിലും ചൊല്ലുകുമൈ അതിലെ പളക്ക കേട്ടിടവളെ തിദ്ದುപടിയാക്കൂ. നോക്കു പുറത്തുള്ള കണ്ണിടെ തന്നിൽ പാട്ട് രൂപത്തിലാവുക തീരാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് നിന്റെ പെഞ്ഞീടൽ എന്തെങ്കിലും നിക്ക് ഇസ്ലാമിക വിരുദ്ധമായി എന്തെങ്കിലും കണ്ടെങ്ക ആളുമാറെ എടല് നീ പറയണ്ട, ആളുമാറെ എടല് നീ ഇൻസൾട്ട് ആക്കണ്ട. നിന്റെ സ്വന്തം മക്ക കാണ്ടതുപോലെ സമയത്ത് നിന്റെ പെഞ്ഞേക്ക് ബുദ്ധിവാദ ചെല്ലണ്ട. പർത്രങ്ങ വിടൂ, മങ്ങിലത്തേക്ക് പോയി എവിടെ വിടൂ, മാർക്കറ്റിൽ വിടൂ, ആരെങ്കിലും ഔത്തുക്ക് പോയി എവിടെ വിടൂ, അല്ലെങ്കിൽ ആരെങ്കിലും ബന്നപ്പ വിടൂ. അതുമാത്രമല്ല നിന്റെ സ്വന്തം മക്കളെ എതിർള്ള സമയത്ത് ഉമ്മടെ പറയണ്ട, ഉമ്മടെ തിദ്ದುപടിയാക്കണ്ട, ഉമ്മടെ ചോറാക്കണ്ട. നിക്ക് നിന്റെ ഉമ്മക്ക് നിന്റെ പെഞ്ഞേക്ക് എനിക്ക് ബുദ്ധിവാദ ചൊല്ലക്ക് മനസ്സിന്നെങ്കിൽ നിന്റെ മക്ക ഇല്ലാത്ത സമയത്തിൽ സ്കൂളുക്ക് മദ്രസത്തേക്ക് പോയ സമയത്തിൽ ഉത്തര പറത്തുക്ക് പോയ സമയത്ത് നിന്റെ പ്രൈവറ്റ് ബെഡ്റൂമിൽ നിന്റെ പെഞ്ഞയും നീനും മാത്രം ഇക്കട സന്ദർഭത്തിൽ പെണ്ണെ ഇന്ന് നീ തപ്പാക്കിയോണ്ടുള്ളത് അല്ല ചെന്നിട്ട് സമാധാനത്തിൽ ബുദ്ധിവാദ ചെല്ല്. അവളെ കൽബ് ഗുന്താവിടത് പോലെ നാണാക്കിയത് തപ്പുചണു ഗുന്താവിടത് പോലെ ഈ രൂപത്തിൽ ആർക്കും കാണാണ്ട് സ്വന്തം മക്കളെ എതിർള്ള സമയത്ത് നിന്റെ പെഞ്ഞയുടെ നീ ഇൻസൾട്ട് ആക്കണ്ട. എന്തുകൊണ്ടിടും മക്കൾക്കും നിന്റെ പെഞ്ഞയുടെ മേളിൽ നിന്ന് ഗൗരവ കുറുടിയാവും. ബാപ്പ പറയിടുന്ന എൻ്റെ പെഞ്ഞയിടുന്ന ഉമ്മടെ ചെന്നിട്ട് മക്കൾക്കും ഉമ്മടെ മേളിൽ നിന്ന് ഗൗരവവും പെരുസവും കുറുടിയാവിടെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മോണേ, നിന്റെ ഒത്തുക വന്ന പെഞ്ഞയുടെ മനസ്സിൽ ഈ രൂപത്തിലും നമ്പലാക്കിറകു തീരാ. അവളെ തിദ്ದುപടിയാക്കണതും നമ്പലാവാത്ത രൂപത്തിലാവണം. അവളെ തപ്പിടവൾക്ക് മണവരക്കാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ചോറിലും മറുസത്തിലും പറഞ്ഞിട്ടുമല്ല കൊടുക്കണായത്. നയമായ രൂപത്തിലും പിരുസത്തിലും സ്നേഹത്തിലും നിങ്ങ കൊണ്ടുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബിബി ആയിഷ റളിയല്ലാഹു അൻഹാടെ ദൈപ്പാട്ട് ചാട് ആയിഷ നിന്റെ ഉത്തുക ആരെങ്കിലും വന്നെങ്ക, നാണില്ലാത്ത ടൈമുള്ള ആരെങ്കിലും ബേങ്ങൊക്കെ വന്നെങ്ക, നിന്റെ ഉത്തുള്ള തണ്ണി മാത്രം ഉള്ളേണ്ട് കണ്ടെങ്കിൽ ഇന്നതിരെ കൊടുക്കുന്നത് വലിയൊരു ഔദാരി ആയിട്ടിക്കട്. ഇന്ന് ഇല്ല നിക്ക് മാത്രം ഉള്ളത് തെല്ലേ ഉള്ള കൊടുത്തെങ്കിൽ നിൽക്കും സമയത്ത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ അതും കൊടുക്കണം ആയിഷ. നിന്റെ സ്വന്തം ശരീരത്തെ കാണയാറെ പിന്നൊരു മനുഷ്യരെ പിരിസബീക്കണ ഉപവരണു ആയിഷ. അപ്പൊ അല്ലാഹു നിക്ക് ഡബൽ പ്രതിഫല തണ്ട ആയിഷ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഉപദേശം ചൊന്നു കൊടുക്കടോ.
ഇതെല്ലാം നാ ചെന്നുകൊണ്ടുള്ള എൻ്റെ പിരിസത്തെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ ഈ ലൈഫ് ഉണ്ടല്ലേ, ഞങ്ങളെ ഈ ജീവനം ഉണ്ടല്ലേ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പടിപ്പാട്ടി രൂപത്തിലാക്ക സമാധാന ഇന്ന നെമ്മതി ഇന്ന ജീവനാവണു. ഔത്തിൽ എപ്പമാപ്പളിയും പെഞ്ഞയും തർക്കാക്കുക തുടങ്ങിയറാ, ഔത്തിൽ ഉമ്മയും ബാപ്പയും എത്ര ഗലാട്ടാക്കുക തുടങ്ങിയറാ, ഔത്തിൽ ഇളങ്ങ മൂത്തങ്ങ എപ്പല്ല എന്തെല്ലാം ഉപദ്രാക്കും അന്യായാക്കും സുൽമാക്കും പരസ്പര ഭിന്നാഭിപ്രായാക്കുക തുടങ്ങിയറ. അണ്ട് നിന്റെ ഔത്തിൽ നിന്നിട്ട് റഹ്മത്ത് മലായിക്കത്തങ്ങളെ പടച്ചതമ്പുരാൻ എടുത്തു ബുഡ്രാച്ചളുടെ വിഷയ ചിന്തനൽ വേണം ഞങ്ങൾ എപ്പോഴും. അതേപോലെ മനുഷ്യ ബാപ്പായോണം മോൻ്റെ ദൈപ്പാട്ട് ബുദ്ധിവാദ ചെന്നു കൊടുത്തിട്ട് മോണേ, നീ നിന്റെ പെഞ്ഞയുടെ മുട്ട പോകുമ്പോഴത്തേക്ക് നാറിറൊകുതീറാ, നിന്റെ പെഞ്ഞയുടെ മുട്ട പോകുമ്പോഴത്തേക്ക് പേർപ്പ് നാറിറൊകുതീറാ, ബായി നാറുകുതീറാ. ബീഡി സിഗരറ്റ് അല്ലേ കൊരയാൾമാർ മാപ്പിളമാർ പെഞ്ഞയുടെ മുട്ട പോകുമ്പോഴത്തേക്ക് കക്കൂസര ബെസിൻ കൊമ്പത് പോലെ ഉണ്ട് ഔത്തുക്കും ബായ്. ആ നാമത്തിൽ ഇന്നത്തെ ചവച്ചിട്ടും തുപ്പിട്ടും വലിച്ചിട്ടും മൂക്കിലും കാതിലും ബായിലും പുക പൊട്ടിട്ടു ഈ പണ്ടത്തെ പഴയ ലാംബിരിക്ഷയുടെ സൈലൻസർ വലിക്കിടുണ്ട് ബായി. എന്തിരെ ഈ ബീഡി വലിച്ചിട്ട് ഇതിലെടുത്തോണ്ട് പെഞ്ഞയുടെ മുസുണ്ട് പോകണ്ടേ, അവൾ മുഖം പിന്നെ നോക്കോളാം, അവൾക്ക് പിന്നെ പിരസ കുറവുണ്ട് അവൻ ടിക്കുക. ഒരു മുസുണ്ട് എടുത്തോമ്പോളാ സമത്തേത് ഒരു പെഞ്ഞയുടെ മുട്ട പോകുമ്പത്തു ഒരു ലൈഫല്ല. ഇന്നതൊരു കൊസിപ്പടകു നോക്കുന്നേನು കുറേ ആൾമാർ സ്വഭാവ ശൈലി ക്ലീന പല്ലല്ല തേച്ച് റൗത്തുൾക്കത്തേക്ക് ചന്തത്തിൽ പോ ഒന്ന് കൊസിയാവട്ടെ അവൾക്ക്. അവൾക്ക് നീനല്ലാണ്ട് ആറുള്ളാറല്ല യൂസ് ആൻഡ് ത്രോ അല്ല പെഞ്ഞൈ ചെല്ലത്, യൂസ് ആൻഡ് ത്രോ അല്ല മാപ്പിള ചെല്ലത്. ഇതെല്ലാം ഞങ്ങളെ തലയിൽ എപ്പോഴും വേണോ. അതേപോലെ ബാപ്പ മോണായവണക്ക് ഉപദേശിച്ചു ചൊല്ലണു, പെണ്ണ് മോണേ സുബൈ ബാങ്കട കാണാൻ മുന്നുള്ളൂ, നീ നിന്റെ മോളെ വണത്തു, നിന്റെ പെഞ്ഞയുടെ നീ വണത്തോണു. നീ ഫസ്റ്റ് ഗണിച്ചിട്ട് ഒളുവെടുത്തിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിന്റെ പെഞ്ഞയുടെ വണത്തണോ, അല്ലെങ്കിൽ വണത്തിന് ഒട്ടിക്ക് തഹജ്ജുദ് നിസ്കരിക്കണ സ്വഭാവ ശൈലി ഉണ്ടാവണം. അല്ല ഉണ്ട് നാളെ റായത്തിൽ അങ്ങനെ അവൾ എനിച്ചിട്ട് നിസ്കരിക്കോള്, സുബൈ നിസ്കരിക്കോള്, സുബൈ നിസ്കരിച്ച് നാഷ്ടല്ലാക്കിയിട്ട് വന്നാൽ പിന്നെ ഓണക്ക് ചവിട്ടണം അവിടെ വന്നിട്ട് ഓണം എനിക്കൊന്നോട്ട് കണ്ടെങ്കിൽ ഓണ് ചത്ത ചക പോകുന്നത് പോലെ നായി പോകുന്നത് പോലെ അവത്തിൽ കിടന്നിട്ടുള്ള 8 ഗಂಟೆ ചാവത്തോളാം. അതെല്ലാം മാപ്പിളായവൾ പെഞ്ഞയുടെ വണത്തുണി എന്ത് ഗുന്തുണ്ട എന്തൊക്കെ ചെല്ലറുള്ള. നിന്റെ കൂലി പണിയാവട്ടോ, നിന്റെ ബാണ്യ കച്ചവടം ആവട്ടോ, നിന്റെ വ്യവഹാരാവട്ടോ, നിന്റെ ബാക്കി ഉദ്യോഗം ആവട്ടോ, സുബൈക്ക് 8 ಗಂಟೆಗ 9 ಗಂಟೆಗ തുടങ്ങിയിട്ട് കണ്ണുങ്ങ സർ 5 ಗಂಟೆಗ 6 ಗಂಟೆಗ 7 ಗಂಟೆಗ ഉത്തുള്ള തീർ അല്ലെ. നിന്റെ ജോബ് തീർ, നിന്റെ കൂലി പണി തീർ, നിന്റെ അങ്ങാടി, നിന്റെ ഷോപ്പ്, നിന്റെ ബാണ്യ വ്യവഹാര, നിന്റെ ഓഫീസറെല്ലാം തീർ. പിന്നെ വന്നിട്ട് നിൽക്കുന്നതും പണിയില്ല, നീ ಬೇಗ ഉറങ്ങണായത് സുബൈക്ക് നിൽക്ക് ಬೇಗ എണിക്കട പരിസ്ഥിതി ഉണ്ടു. നിന്റെ പെഞ്ഞ അങ്ങനല്ല. നിന്റെ ഒത്ത ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ, പൂഞ്ചലക്കട്ട ചെള്ള ഈ സുന്ദരമായ റായത്തെ മുസ്ലിമേ, നിന്റെ ഊത്തുള്ള ജാവുക ലേട്ടായിട്ട് ഉറങ്ങട ആളാറ്, നിന്റെ ഊത്തുള്ള ജാവുക ലേട്ടായിട്ട് ഉറങ്ങട ആളാറ്. അത് നിന്റെ സ്നേഹനിധിയായ പെഞ്ഞയല്ലേ. നിന്റെ മക്കളെ നോക്കിയിട്ട് അവളെ ഡ്രസ്സെല്ലാം വ്യവസ്ഥ ആക്കിയിട്ട് കിടക്കിട റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഉറക്കിയിട്ട് ഉറങ്ങിടറാണ്ട് നോക്കിയിട്ട് ഇടക്കളെല്ലാം കൽകിട്ട് അടിച്ചിട്ട് ബാരിട്ടൊരു മൂലകിട്ടിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് പാത്രമെല്ലാം കൽകിട്ട് ഡോറെല്ലാം ബന്ധായിടാച്ചെന്നൊന്നും കൂടി നോക്കിയിട്ട് എല്ലാം